ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് LPUP എക്സാമിന് വേണ്ടിയിട്ടുള്ള കേരള നവോത്ഥാനത്തിലെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സസും ലഭിക്കും. അപ്പോൾ നമുക്ക് ഫാക്റ്റിലേക്ക് പോവാം. 2022 പഴശ്ശിരാജ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഈ റിനേസൻസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ് ഇയർ വൈസ് ഒരു 2000 മുതൽ 2024 വരെയുള്ള എല്ലാ ഫാക്ടേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2022 പഴശ്ശിരാജ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയാണ്. അപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 2022 പഴശ്ശിരാജ പുരസ്കാരം ലഭിച്ചത് ഗായികയായ KS ചിത്രയ്ക്കാണ്. ഇനി 2022 100ാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. അപ്പോൾ 2022 ചണ്ടാല ഭിക്ഷുകിയുടെ 100ാം വാർഷികമാണ് നമ്മൾ ആഘോഷിച്ചത്. 2022 100ാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. ഇനി 2022 മെയ് മാസത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദിയുടെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് MK കുഞ്ഞോലാണ്. അപ്പോൾ ഇത് 2022 ഒരു പുരസ്കാരമാണ്. 2022 മെയ്യിൽ പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദിയുടെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് MK കുഞ്ഞോലാണ്. അപ്പോൾ 2022 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് MK കുഞ്ഞോലാണ്. ഇനി ഓരോ സാംസ്കാരിക നായകന്മാരുടെ പേരിൽ സ്മാരകം സ്ഥാപിതമാകുന്നുണ്ട്. അങ്ങനെ VT ഭട്ടതിരിപ്പാടിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥാപിതമായത് പാലക്കാട് ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥാപിതമായത് പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയുള്ള മ്യൂസിയം സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാട് സ്മാരകം സ്ഥാപിതമായത് പാലക്കാട് ജില്ലയിലും അതുപോലെ കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിലുമാണ്. ഇനി 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാളാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ, VJT ഹാൾ എന്ന് പറയും. ഇത് PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാളാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതും PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതുകൂടി ഉൾപ്പെടുത്തിയത്. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2024 മാർച്ച് 30 അപ്പോൾ കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത്തെ വാർഷികമാണ് 2024 മാർച്ച് 30 ആഘോഷിച്ചത്. ഈ വൈക്കം സത്യാഗ്രഹം നടന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 അത് അവസാനിച്ചത് 1925 നവംബർ 23. ഈ രണ്ട് ഡേറ്റുകളും പ്രധാനപ്പെട്ടതാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 നെക്സ്റ്റ് ഇയർ 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത് വാർഷികം നമ്മൾ ഈ വർഷം 2024 മാർച്ച് 30 ആഘോഷിച്ചു. വൈക്കം സത്യാഗ്രഹം ആദ്യമായിട്ട് ആരംഭിച്ച ആ ഒരു വർഷം ഓർത്തിരിക്കുക, 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. അപ്പോൾ 100ാം വാർഷികം 2024 മാർച്ച് 30 ആഘോഷിച്ചത്. ഇനി കുറച്ച് കൃതികളാണ്. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കുറച്ച് കൃതികളാണ്. ഗുരുദേവ കഥാമൃതം രചിച്ചത് മങ്ങാട് ബാലചന്ദ്രനാണ്. ഗുരുദേവ കഥാമൃതമാണ് അത് രചിച്ചത് മങ്ങാട് ബാലചന്ദ്രനാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച കൃതിയാണ് ഗുരുവിൻ്റെ വഴിയിൽ. അപ്പോൾ ഗുരുദേവ കഥാമൃതം രചിച്ചത് മങ്ങാട് ബാലചന്ദ്രനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച കൃതിയാണ് ഗുരുവിൻ്റെ വഴിയിൽ. അതുപോലെ മറ്റൊരു കൃതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് KG ജ്യോതിർ ഘോഷാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം എഴുതിയത് KG ജ്യോതിർ ഘോഷാണ്. അപ്പോൾ നമ്മൾ 3 പുസ്തകങ്ങളാണ് പഠിച്ചത്. ഗുരുദേവ കഥാമൃതം എന്ന കൃതി രചിച്ചത് മങ്ങാട് ബാലചന്ദ്രനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച കൃതിയാണ് ഗുരുവിൻ്റെ വഴിയിൽ. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് KG ജ്യോതിർ ഘോഷാണ്. KG ജ്യോതിർ ഘോഷ്.
ഇനി വളരെ പ്രധാനപ്പെട്ടതും PSC ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു ഫാക്റ്റാണ് 2024 മാർച്ചിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ VP ജഗതിരാജാണ്. അപ്പോൾ കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫാക്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ 2024 ഏറ്റവും പുതിയ കറണ്ട് അഫെയർ ആണ്. 2024 മാർച്ചിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ഡോക്ടർ VP ജഗതിരാജാണ്. ഡോക്ടർ VP ജഗതിരാജ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇത് രൂപീകൃതമായ വർഷം പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. 2020 ഒക്ടോബർ 2 2020 ഒക്ടോബർ 2. അപ്പോൾ ഒരു ഗാന്ധി ജയന്തിയുടെ ഡേറ്റ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കുക അല്ലേ. 2020 ഒക്ടോബർ 2 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. രാജ്യത്തെ 15ാമത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് 2020 ഒക്ടോബർ 2 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. ഓക്കെ, അപ്പോൾ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണെന്ന് PSC ഒന്നിലധികം തവണ ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ മുബാറക് പാഷയായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷയായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2 15ാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു. രാജ്യത്തെ 15ാമത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് നിലവിൽ വന്നത്. ആസ്ഥാനം കൊല്ലമാണ്. അതുപോലെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷയാണ്. ഇപ്പോഴത്തേത് ഡോക്ടർ VP ജഗതിരാജാണ്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു. താമര ഇതളുകളുടെ നടുവിൽ ഗുരുവിൻ്റെ രേഖാചിത്രമാണ്. അതുകൂടാതെ തന്നെ ലോഗോയുടെ സൈഡിലായിട്ട് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുമൊഴിയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലോഗോയിൽ കാണുന്നത് താമര ഇതളുകളുടെ നടുവിൽ ഗുരുവിൻ്റെ രേഖാചിത്രം, അതുപോലെ തന്നെ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുമൊഴിയും എഴുതിയിട്ടുണ്ട്. ഈ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക. അൻസാരി മംഗലത്തോപ്പാണ്. അൻസാരി മംഗലത്തോപ്പാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ ഡിസൈൻ ചെയ്തത്. താമര ഇതളുകളുടെ നടുവിൽ ഗുരുവിൻ്റെ രേഖാചിത്രം, അതുപോലെ തന്നെ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുമൊഴിയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലോഗോ ഡിസൈൻ ചെയ്തത് അൻസാരി മംഗലത്തോപ്പാണ്. ഇനി അയ്യൻകാളിയുടെ ജീവിതകഥ പറയുന്ന പുതിയ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് കതിരവനാണ്. അയ്യൻകാളിയുടെ ജീവിതകഥ പറയുന്ന പുതിയ സിനിമയാണ് കതിരവൻ. അതിൻ്റെ സംവിധാനം അരുൺ രാജാണ്. മമ്മൂട്ടിയാണ് ഈ ഒരു വേഷത്തിലെത്തുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അയ്യൻകാളിയുടെ ജീവിതകഥ പറയുന്ന പുതിയ സിനിമയാണ് കതിരവൻ. അതിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത് അരുൺ രാജാണ്. ഇനി കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികം ആചരിച്ചത് 2024 ജനുവരി 16 കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികം ആചരിച്ചത് 2024 ജനുവരി 16 അദ്ദേഹത്തിൻ്റെ 150ാം ജന്മവാർഷികം ആഘോഷിച്ചത് 2023. അപ്പോൾ കുമാരനാശാൻ്റെ 100ാമത് ചരമവാർഷികം 2024 ജനുവരി 16 150ാം ജന്മവാർഷികം ആഘോഷിച്ചത് 2023 കഴിഞ്ഞ വർഷമായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും ഡേറ്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. കുമാരനാശാൻ ജനിച്ചത് 1873 ഏപ്രിൽ 12 1873 ഏപ്രിൽ 12. അദ്ദേഹം അന്തരിച്ചത് 1924 ജനുവരി 16 പല്ലന റെഡിമെയ്ഡ് ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ 1924 ജനുവരി 16 അദ്ദേഹം അന്തരിച്ചത്. ഇനി കുണ്ടറ വിളംബരത്തിൻ്റെ 215ാം വാർഷികം ആഘോഷിച്ചത് 2024 ജനുവരി 11 കുണ്ടറ വിളംബരത്തിൻ്റെ 215ാം വാർഷികം ആഘോഷിച്ചത് 2024 ജനുവരി 11 അപ്പോൾ കുണ്ടറ വിളംബരത്തിൻ്റെ ഡേറ്റ് PSC ഒന്നിലധികം തവണ ചോദിച്ചിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11 ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ കുണ്ടറ വിളംബരം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓർത്തിരിക്കുക. 1809 ജനുവരി 11. കൊല്ലവർഷം കൂടി ഒന്ന് ഓർത്തിരിക്കുക. 984 മകരം 1. കൊല്ലവർഷം 984 മകരം 1. അപ്പോൾ കുണ്ടറ വിളംബരത്തിൻ്റെ 215ാം വാർഷികം ആഘോഷിച്ചത് 2024 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11 ഇനി 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നേടിയത് ഡോക്ടർ പുനലൂർ സോമരാജനാണ്. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നേടിയത് ഡോക്ടർ പുനലൂർ സോമരാജനാണ്. 2023 കേരള ശ്രീ പുരസ്കാര ജേതാവായിരുന്നു. നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് എടുത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രധാനമായിട്ട് കറണ്ട് അഫെയർ ആയതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നേടിയത് ഡോക്ടർ പുനലൂർ സോമരാജനാണ്. ഇദ്ദേഹത്തിന് 2023 കേരള ശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനായിരുന്നു. 2023 പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ് 2023. ഇനി ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാമത്
രക്തസാക്ഷി വാർഷികം 2024 ആചരിച്ചത്. അദ്ദേഹത്തിൻ്റെ 180ാമത് രക്തസാക്ഷി വാർഷികം ആരംഭിച്ചത് 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200ാമത് ജന്മവാർഷികം അടുത്ത വർഷമാണ് ആചരിക്കുന്നത്, 2025 നവോത്ഥാന നായകന്മാരിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹത്തിൻ്റെ 200ാമത് ജന്മവാർഷികം 2025 180ാം ചരമവാർഷികം നമ്മൾ ഈ വർഷം 2024 ആചരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള പോയിൻറ്റ്സ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ഇയർ വൈസ് അല്ലാതെ എല്ലാ ഈ ഒരു ഭാഗത്തിലെ എല്ലാ കറണ്ട് അഫെയറുകളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സും കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.